നമ്മുടെ ധനുഷിൻ്റെ ഇമോഷണൽ ഡ്രാമയായ ഇഡ്ലിക്കട കണ്ടു. എന്താ പറയുക, ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ കോർ എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഇമോഷൻസ് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ റൈറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കണം, നല്ല രീതിയിൽ റൈറ്റ് ചെയ്ത സീൻസ് ആയിരിക്കണം. ഇതൊന്നുമില്ല, ഇമോഷണൽ ആണെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, നമുക്ക് ഒരിക്കലും കണക്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാന പ്രശ്നം. നമുക്കറിയാം ഇഡ്ലിക്കട പേര് സൂചിപ്പിക്കുന്ന പോലെ നമുക്കറിയാം ടീസറും ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ കഥ എന്തായിരിക്കുന്നത്. പുള്ളിയുടെ അച്ഛൻ, ധനുഷിൻ്റെ അച്ഛൻ രാജ്കിരണാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു നാട്ടിൽ തന്നെ നാട്ടിൻപുറമാണ്, അവിടെ ഒരു ഇഡ്ലിക്കട വെച്ചിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്, നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പുള്ളി നെറേറ്റ് ചെയ്ത് പറയുന്നതല്ലാതെ നമുക്ക് കൺവിൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. അതിന് ഇഡ്ഡലി ഉണ്ടാക്കി തരണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ആ ക്യാരക്ടർ നമ്മളുമായിട്ട് ലിങ്ക് ആവുന്നില്ല. അങ്ങനെ പക്ഷേ മകൻ ധനുഷിന് പുറത്ത് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. അങ്ങനെ പുള്ളി പുറത്ത് പോകുന്നുണ്ട്. ഇത് 15 മിനിറ്റിനുള്ളിൽ ഈ സാധനമൊക്കെ വന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുള്ളി വിദേശത്ത് പോയി, ഭയങ്കര ആള് കാറ്ററിംഗ് ഒക്കെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. പുള്ളി നല്ല ഒരു ബിസിനസ്, അവിടുത്തെ ബിസിനസ് മെയിൻ ഐക്കോണായ സത്യരാജാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അരുൺ വിജയാണ് പുള്ളിയുടെ മകൻ. മകളുമായിട്ട് പുള്ളിക്ക് ധനുഷിന് അലയൻസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. നാട്ടിലെ കടയും വിട്ടിട്ട് അച്ഛനും അമ്മയും വരില്ല കല്യാണത്തിന്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്തയാണ്. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, നാട്ടിൽ പോകുന്നു, ഇഡ്ലിക്കട നടത്തേണ്ട സിറ്റുവേഷൻ വരുന്നു, കുറേ ഇമോഷണൽ സീനുകൾ നമ്മളെ ചുറ്റു വേട്ടയാടുന്നു. ധനുഷിന് ഭയങ്കര ഇമോഷൻ ആകുന്നു, എൻ്റെ അച്ഛൻ്റെ വേർപ്പാണത്. അങ്ങനെ പുള്ളി ആ കട ഏറ്റെടുത്ത് നടക്കുന്നു. അപ്പോൾ വരുന്ന ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല. രാജ്കിരണിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അച്ഛൻ്റെ അത് എടുത്ത് നടത്തണമെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നണം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടയാണെന്ന് പറയുന്നു. അങ്ങനെ തോന്നിപ്പിക്കാൻ മാത്രം സീനുകളൊന്നും എഴുതിയിട്ടില്ല, കഥാപാത്രങ്ങളൊന്നും ഡെപ്തായിട്ട് എഴുതിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിലൊരു ഇമോഷണൽ ഡ്രാമ എന്നെങ്കിലാണെങ്കിൽ ഇമോഷൻ ഒട്ടും പോകാത്തൊരു സിനിമയാണ്. പിന്നെ നിത്യാമേനോൻ തലവിയിൽ കണ്ടതാണ്, സെയിം സാധനം തന്നെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടിപ്പിക്കലായി തുടങ്ങി നിത്യാമേനോൻ എന്ന് പറയുന്ന ആൾ. പിന്നെ ദേവി പ്രകാശ് അത്യാവശ്യം കൊള്ളായിരുന്നു, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പക്ഷേ പുള്ളിക്ക് ചെയ്യാൻ മാത്രമൊന്നും ഈ സിനിമയിലില്ല. പിന്നെ വില്ലന്മാർ ആയാലും ഇപ്പോൾ നിറയെ കാസ്റ്റ്, രാജ്കിരൺ, സമുദ്രകനി, പാർത്ഥിപൻ, അരുൺ വിജയ്, സത്യരാജ്, അങ്ങനെ ഒരുപാട് നല്ല കാസ്റ്റ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും പ്രോപ്പറായിട്ടുള്ള സീനോ റൈറ്റിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല, ചുമ്മാ വന്നു പോകുന്ന ക്യാരക്ടേഴ്സാണ്. എനിക്ക് ആകെ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് രണ്ട് സീൻസ് ഞാൻ പറയാം. പാർത്ഥിവൻ്റെ ഒരു സീനുണ്ട്, പോലീസ് ഓഫീസറായിട്ടാണ് പാർത്ഥിവൻ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി പറഞ്ഞ ഒരു മിനിറ്റ് പോലും ദൈർഘ്യമില്ല, അത് ചെറിയൊരു പോർഷൻ, അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലൈമാക്സിൽ ആക്ച്വലി അരുൺ വിജയ്ക്ക് ഒരു പനിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അത് ഇത്തിരി രസകരമായി തോന്നി. ആകെ ഈ 2 മിനിറ്റും കൂടെ 4 മിനിറ്റാണ് എനിക്ക് സിനിമയിൽ ആകെ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടാം. അതായത് അരമണിക്കൂർ സീരിയൽ ഇപ്പോൾ 1000 എപ്പിസോഡായി കാണാനായിട്ടുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഈ പടം ഇഷ്ടപ്പെട്ടേക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.